നവംബർ മാസത്തോടെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൈത്താങ്ങായി കരുനാഗപ്പള്ളി നഗരസഭ മുന്നോട്ട് വന്നെന്ന് മന്ത്രി ചിഞ്ചു റാണി. നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ സ്വപ്ന പദ്ധതിയാണ് നടപ്പിലായെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് പറഞ്ഞു. 4 ഇഡലിയും കറിയും അടങ്ങുന്ന പ്രഭാത ഭക്ഷണത്തിന് കിടപ്പ് രോഗികൾ നൽകേണ്ട 10 രൂപയാണ്. ബാക്കി തുകയായ 30 രൂപ നഗരസഭയാണ് നൽകുന്നത്. ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന, വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ മഹേഷ് ജയരാജ്, ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ എസ് ഇന്ദുലേഖ, പൊതുമരാമത്ത് സ്ഥിര സമിതി അധ്യക്ഷ എം ശോഭന, വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ റജി പോട്ടോപാർക്ക്, മത്സ്യഫെഡ് ചെയർമാൻ എം മനോഹരൻ, മുൻ വനിതാ കമ്മീഷൻ അംഗം എം എസ് താര, മുൻ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, മുൻ നഗരസഭാ ചെയർമാൻ എം അൻസാർ, കൗൺസിലർമാരായ നിസാംബായി, സതീഷ് ദേവാനത്ത്, സീമ സഹജൻ, എം എസ് ഷിബു, എൽ ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ താലൂക്ക് ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇന്നിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. 21 ലക്ഷം രൂപയാണ് ആ പദ്ധതിയുടെ ഒരു വാർഷിക ചെലവ്. അതിന് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രചോദനം തന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അവരുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നിങ്ങൾ കരുനാഗപ്പള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൂടിയാണ് നമ്മുടെ കരുനാഗപ്പള്ളി നഗരസഭ വളരെ ബൃഹത്തായ നിലയിൽ ഒരു പുതിയ പദ്ധതിക്ക് നമ്മുടെ ഇവിടെ തുടക്കം ഇടുന്നത്. നമുക്കറിയാം, കേരളം ദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യരേഖ ഉള്ള ഒരു സംസ്ഥാനമാണ്. വെറും 0.7% മാത്രമാണ് കേരളത്തിലെ ദാരിദ്ര്യരേഖ. അവരെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ 64,006 പേരാണ് കേരളത്തിൽ ദാരിദ്ര്യം ഉള്ള ആൾക്കാരെന്ന് കണ്ടെത്തിയത്. അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് വീടും അവർക്ക് സ്ഥലവും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട്, അവർക്ക് തൊഴിൽ വേണമെങ്കിൽ തൊഴിൽ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട്, അവർക്ക് മറ്റ് സൗജന്യ കാർഡുകൾ, അത് റേഷൻ കാർഡായാലും അത് ആരോഗ്യ കാർഡുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് അവരെയും നമുക്ക് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വലിയ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഗവൺമെൻറ് പോകുമ്പോൾ നവംബർ മാസത്തോടു കൂടി ഒരു ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി പോകുമ്പോഴാണ് ആ ഗവൺമെൻറ്റിൻ്റെ 40% ഫണ്ട് താഴെത്തിലുള്ള നമ്മുടെ നഗരസഭകൾക്കും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്കും കൊടുക്കുമ്പോൾ ഒരു കൈത്താങ്ങ് പോലെ മുന്നോട്ട് വന്നത് നമ്മുടെ കരുനാഗപ്പള്ളി നഗരസഭ ഉൾപ്പെടെയുള്ള ഈ നഗരസഭയാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കും.